ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3/3 ഓർഡർ വരുന്ന മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ആദ്യമേ ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സ് നോക്കിയാൽ കാണാം 3 റോസും 3 കോളംസും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ത് വരും? 3/3. ഇതിന്റെ അഡ്ജോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന മെട്രിക്സിനെ അതുപോലെ തന്നെ എഴുതുക. 1 1 1 0 1 3 1 2 1. അതിനുശേഷം ആദ്യത്തെ 2 റോസ് വീണ്ടും താഴത്തോട്ട് എഴുതുക. 1 1 1 0 1 3. ഇനി ഇപ്പൊ കിട്ടിയ ഈ മെട്രിക്സിന്റെ ആദ്യത്തെ 2 കോളംസ് ഇങ്ങോട്ടേക്ക് എഴുതുക. 1 0 1 1 0. ഇനി രണ്ടാമത്തെ കോളം ഏതാണ്? 1 1 2 1 1. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കിട്ടിയ ഈ മെട്രിക്സിന്റെ ആദ്യത്തെ റോയും ആദ്യത്തെ കോളംസും ഡിലീറ്റ് ആക്കി. ആ രണ്ടും നമുക്ക് ഇനി വേണ്ട. ഇനി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഈ ഡയഗണൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1 1s are 1 മൈനസ് അതിനുശേഷം ഈ ഡയഗണൽ 2 3s are 6 വിച്ച് ഈസ് ഈക്വൽ ടു വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. അപ്പം എന്ത് കിട്ടി? -5 അല്ലേ. അടുത്തത് ഇവിടുന്ന് ഈ 2 ഡയഗണൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 1s are 2 മൈനസ് 1 1s are 1 ഈക്വൽ ടു 2 മൈനസ് 1 ഈക്വൽ ടു 1. ഓക്കെ. അതിനുശേഷം ഈ ഡയഗണൽ 1 3s are 3 മൈനസ് 1 1s are 1 ഈക്വൽ ടു 3 മൈനസ് 1 ഈക്വൽ ടു 2. ഇപ്പൊ കിട്ടിയ ഈ 3 നമ്പർ നമ്മൾ ആദ്യത്തെ റോ ആയിട്ട് എഴുതാൻ പോവാം. -5 1 2. ഇത്രയും ക്ലിയർ ആണല്ലോ. അതിനുശേഷം ചെയ്യേണ്ടത് ഇവിടുത്തെ 3 എടുക്കുക. 3യും 1ഉം ഈ ഡയഗണൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 1s are 3 മൈനസ് 1 into 0 0. 3 minus 0 equal to 3. അടുത്തത് ഈ ഡയഗണൽ 1 1s are 1 മൈനസ് 1 1s are 1. 1 minus 1 equal to 0. അടുത്തത് 1 into 0 0 മൈനസ് 3 into 1 3. ഇവിടെ നോക്കിക്കേ, വലുതീന്ന് ചെറുത് കുറയ്ക്കണം അല്ലേ. അപ്പൊ 3ന്ന് 0 പോകുമ്പോൾ 3 തന്നെ. വലുതിന്റെ സൈൻ ഇവിടെ എന്താ? മൈനസ്. അപ്പൊ ആൻസർ -3. ഇപ്പൊ കിട്ടിയ ഈ 3 നമ്പർ എന്ത് ചെയ്യണം? അടുത്ത റോ ആയിട്ട് എഴുതണം. അപ്പൊ എന്ത് വന്നു? 3 0 -3. ഇനി അടുത്ത ഏതാ ചെയ്യേണ്ടത്? ഈ ഡയഗണൽ അല്ലേ. 0 into 2 എന്താണ്? 0 മൈനസ് 1 into 1 1. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വന്നു? -1. അടുത്തത് 1 into 1 1 മൈനസ് 1 into 2 2 ഈക്വൽ ടു വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. അപ്പം എന്ത് വന്നു? -1. അതിനുശേഷം 1 into 1 1 മൈനസ് 1 into 0 0. അപ്പം 1ന്ന് 0 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 1. ഇനി ഇപ്പം കിട്ടിയ ഈ 3 നമ്പർ എന്തായിട്ട് എഴുതുക? അടുത്ത റോ ആയിട്ട് എഴുതുക. അപ്പം എന്ത് വന്നു? -1 -1 1. ഇപ്പൊ കിട്ടിയ ഈ മെട്രിക്സ് ആണ് ഒരു 3/3, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 3/3 ഓർഡർ വരുന്ന മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു 3/3 ഓർഡർ വരുന്ന മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.